എൻ്റെ പേര് ശുഭ. ഇതെൻ്റെ മകൻ ഗൗരി ശങ്കർ. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ തലയോലപ്പറമ്പ് വരുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യമായി ലഭിച്ച ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത് 2022 മാർച്ച് 10 ഉടമ്പടി എടുത്തു. യൂട്യൂബിൽ കൂടെയും പത്രത്തിലൂടെയുമാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. അമ്മ എനിക്ക് വലിയൊരു രോഗസൗഖ്യം തന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ വയറ്റിൽ ഫൈബ്രോയിഡ് ആയിരുന്നു. അത് ഓപ്പറേഷൻ കൂടാതെ യാതൊരു മാർഗവും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. 2022 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ നിമിഷം വരെ ആ രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെട്ടു. അതിനുശേഷം എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. രണ്ടാമതായിട്ട് വളരെ വർഷങ്ങളായിട്ട് ഞങ്ങളൊരു വീട് വെച്ചു. ആ വീട് മുമ്പോട്ട് പണി തീർക്കാൻ പറ്റാതെ വന്നു. പല പ്രാവശ്യവും പണിക്കാർ ഇട്ടിട്ട് പോയി, പ്രശ്നങ്ങളായി. അത് അവസാനം ആ വീട് വിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. 2 വർഷത്തോളമായി ആ വീട് വിൽക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ കാശ് രൂപം തന്നു. അതുകൊണ്ടിട്ടു. പലരും വന്ന് വെള്ളം കയറും, അതിനാൽ 15 ലക്ഷം രൂപ 17 ലക്ഷം രൂപയൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്കതിന് ചിലവായത് 20 ലക്ഷം രൂപയാണ്. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞങ്ങൾക്കൊരു രൂപ പോലും കൂടുതൽ വേണ്ട, ഞങ്ങൾ ചിലവാക്കിയ പൈസ മാത്രം തന്നാൽ മതി. പലരും വന്ന് പോയിട്ടും അത് ഞങ്ങൾക്ക് വിൽപ്പന നടന്നില്ല. അവസാനം ജൂൺ മാസം 19 ഒരാൾ വന്ന്, അവിടെ തന്നെ അടുത്ത് തന്നെ ഒരാൾ വന്നിട്ട് ആ സ്ഥലത്തിന് വില പറഞ്ഞു 18 ലക്ഷം രൂപ. അപ്പോഴും മാതാവിനോട് പറഞ്ഞു, അമ്മേ 20 ലക്ഷം രൂപ ചിലവായി, ആ പൈസ തന്നെ ഞങ്ങൾക്ക് വാങ്ങി ഇതിൻ്റെ കച്ചവടം നടത്തണമെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി വിളിച്ചിട്ട് 20 ലക്ഷം രൂപയ്ക്ക് ആ വ്യക്തി സ്ഥലമെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ജനുവരി മാസം 22 അതിൻ്റെ ആധാരം നടന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. മൂന്നാമതായി എൻ്റെ മകനൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ഒരുപാട് നോക്കി. അവന് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സായിരുന്നു എഡിറ്റിങ്. അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു. അവസാനം മാതാവിനോട് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ജൂലൈ 16 അവന് ആ കോഴ്സ് കിട്ടി. ഇപ്പോൾ അവൻ ആ കോഴ്സ് നന്നായി പഠിച്ച് മുമ്പോട്ട് പോകുന്നു. അതുകൂടാതെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് മഴവില്ല് മാതാവിൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ 10-15 പേരെയോളം ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പലർക്കും നല്ല നല്ല അനുഭവങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 1 ഒരു ചേട്ടൻ വളരെ വിഷമിച്ചിരുന്ന ഒരു ചേട്ടനോട് കൃപാസനത്തിലേക്ക് വന്ന് ഉടമ്പടി എടുത്താൽ നിങ്ങൾക്കെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ ഇവിടെ വന്ന് 1 ഉടമ്പടി എടുത്തു. ഇപ്പോൾ ആ ചേട്ടൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം സോൾവ് ആയി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എന്നും അമ്മയുടെ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് ജീവിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് പത്രങ്ങൾ എല്ലായിടത്തും കൊടുക്കും, ഭക്ഷണം എല്ലാവർക്കും കൊടുക്കും. അനാഥാലയത്തിലൊക്കെ പോയി ഭക്ഷണങ്ങളെല്ലാം കൊടുക്കും. കയ്യിലുള്ള പൈസയൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഉള്ള പൈസ അവർക്കൊക്കെ കൊടുത്ത് സഹായിക്കും. പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്നും ബൈബിൾ വായിക്കും, ജപമാല ചൊല്ലും, സാക്ഷ്യങ്ങൾ കേൾക്കും. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നയായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം അരുളണമേ. സങ്കീർത്തനം 69:13 ദൈവത്തിൻ്റെ സമയം പരിപൂർണമായ ഒരു സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ സമയം വൈകുന്നെന്ന് തോന്നുമ്പോൾ നിരാശപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് യോഗ്യതയില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. കർത്താവെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ അങ്ങ് എനിക്ക് ഉത്തരം അരുളണമെന്നാണ്. അങ്ങനെയാണ് ശുഭയും പ്രാർത്ഥിച്ചത്. സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് 6ാമത്തെ പുതുക്കലാണ്. ഈശോയുടെയും അമ്മയോടും ചേർന്നുള്ള ജീവിതമാണ് അക്രൈസ്തവരായ ഈ മക്കളുടെ ജീവിതം. എല്ലാം ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇഷ്ടമുള്ള ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് എല്ലാം നടത്തി തരട്ടെ എന്നും അവിടുത്തെ ഇഷ്ടം അനുസരിച്ചാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് ഈ മകൾ പങ്കുവച്ചത്. സ്ഥലം വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എത്രയും പെട്ടെന്ന് സ്ഥലം വിൽക്കാനും ഒരു പുതിയ സ്ഥലം വാങ്ങിക്കാനുമുള്ള അനുഗ്രഹം ദൈവം നൽകിയത്. രോഗസൗഖ്യം എന്ന് പറഞ്ഞത് 12 cm ഒരു യൂട്രസിലൊരു മുഴയായിരുന്നു. അത് ഇമ്മീഡിയറ്റ് സർജറിയാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത്. പക്ഷെങ്കിൽ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് രോഗസൗഖ്യം നൽകിയത്. ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഉടമ്പടിയിൽ വിശ്വസ്തത മാത്രമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്.
നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ചെയ്യുമ്പോൾ ഈശോ അമ്മയോട് പറഞ്ഞ പോലെ അമ്മ നമ്മളോട് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. അവൻ പറഞ്ഞ വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോ കടന്നു വരുന്നത്. അങ്ങനെയാണ് ഈ മകൾ ഉടമ്പടി എടുത്തിട്ട് ഭയപ്പെടാതെ തന്നെയാണ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് യൂട്രസിലെ ആ മുഴ ഓപ്പറേഷൻ കൂടാതെ ആ രോഗം സൗഖ്യപ്പെടുത്തി ഈശോ നൽകിയത്. മകന് വലിയൊരു ആഗ്രഹമാണ്, എഡിറ്റിംഗ് ജോലിയിൽ പ്രൊഫഷണലാണ് ആഗ്രഹം. ഒരു നല്ലൊരു VFXൽ ജോലി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ആ മകന് ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഉടമ്പടിയിലുള്ള ജീവിതത്തിലേക്ക് അമ്മയാണ് കരം പിടിച്ച് നയിച്ചത്. കൊച്ചുമക്കൾ നമുക്കറിയാം, അവർ മൊബൈൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സമയത്താണ് ഈ കൊച്ചുമകനെ ക്രൈസ്തവയായ ഈ അമ്മ മകനെയും കൈപിടിച്ച് ഉടമ്പടി ജീവിതത്തിലേക്ക് നയിച്ച് ഉടമ്പടി എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഇതാണ് ഒരു വലിയൊരു വിശ്വാസത്തിൻ്റെ കൈമാറ്റമാണ്. വിശ്വാസം നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, മറ്റുള്ളവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി ആ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതാണ് ഈ അമ്മ ചെയ്തത്. കുടുംബം മുഴുവനും ഹസ്ബൻഡും അമ്മയും മകനും എല്ലാവരും കൂടെ ചേർന്നാണ് ഉടമ്പടിയിലെ ആത്മീയ കാര്യങ്ങളും പിന്നെ പ്രേക്ഷിത അതായത് കാരുണ്യ പ്രവൃത്തികളെല്ലാം ഒരു കുടുംബത്തോടെയാണ് ഇവർ ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അതുമൂലമാകാം ഒരുപക്ഷെ ഇവരുടെ ആ സ്നേഹവും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവുമാണ് ദൈവ സാന്നിധ്യം മനസ്സിലാക്കാനും മഴവിൽ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഇവർക്ക് സാധിച്ചത്. ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും പൂർണ്ണമായിട്ട് ഇവർ വിശ്വസിക്കുന്നത് ഉചിതമായ സമയത്ത് ദൈവമെല്ലാം തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഈ സഹോദരി സ്വന്തം മക്കൾക്കും കൊടുക്കുന്നത്. അങ്ങനെയാണ് മക്കളും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന ആ വിശ്വാസം മറ്റുള്ളവർക്കും കൈമാറാനും നമ്മുടെ കുടുംബത്തിൽ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാനും ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് കരം പിടിച്ച് നല്ലൊരു ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ വെറുമൊരു ക്രിസ്ത്യൻ ജീവിതമല്ല, വെറുമൊരു ജീവിതമല്ല, ഉടമ്പടി ജീവിതം നമ്മെ നയിക്കുന്നത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയും ദൈവത്തിൻ്റെ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാനുമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത്. നമുക്കും വിശ്വസ്തതയുള്ള ഒരു ഉടമ്പടി ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ശുഭയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.